Hello, welcome to Everything at Home by Sharika Kamla. ഇന്ന് ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഷ് വാഷറിനെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനത് വാങ്ങിയിട്ട് 1 ഇയറിൽ കൂടുതലായി. അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയതുകൊണ്ട് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. മിക്കവരുടെയും വീട്ടിൽ ഡിഷ് വാഷർ ഇപ്പം ഉണ്ടാവും, എന്നാലും ഇപ്പോൾ വാങ്ങണോ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേരുണ്ടാവില്ലേ, ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർ, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലിരിക്കുന്നവരുണ്ടാവില്ലേ, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ 1 ഇയറിൽ കൂടുതലായെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബോഷിൻ്റെ ഡിഷ് വാഷറാണ്. നമ്മളിപ്പോൾ 4 പേരാണ് വീട്ടിലുള്ളത്, അതുകൊണ്ട് 12 പ്ലേസിൻ്റെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പം അത് വാങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ജസ്റ്റ് ഞാൻ ബോഷ് എന്നുള്ള പേരെടുത്ത് പറഞ്ഞെങ്കിലും പല ബ്രാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് പോലെ, എന്നാലും ഞാൻ എൻ്റെ ഡിഷ് വാഷറിനെ കുറിച്ച് അതെങ്ങനെ യൂസ് ചെയ്യുന്നു, അത് എങ്ങനെ ക്ലീൻ ചെയ്ത് വരുന്നു എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് കാണാൻ പോകാം. ഓക്കെ, വരും. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷർ ഇതാണ്. ഇത് 12 പ്ലേസ് ഡിഷ് വാഷറാണ്. ഓക്കെ, 13 പ്ലേസ് ഉണ്ട്, പിന്നെ ഹയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താലും ഞാൻ പഠിച്ചിട്ട് ചെയ്യും, എൻ്റെ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഷ് വാഷർ. അപ്പോൾ ഇതിൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, പിന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. ഹാഫ് ലോഡ് വേണമെങ്കിൽ ഹാഫ് ലോഡ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ ഡ്രൈ വേണമെങ്കിലുണ്ട്, ഇക്കോ ഫ്രണ്ട്ലി ഉണ്ട്, പിന്നെ ഇന്റൻസീവ് കടായി, എക്സ്പ്രസ് സ്പാർക്കിൾ, ഓട്ടോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ മിക്കപ്പോഴും ഇന്റൻസീവ് കടായിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കടായി ഒക്കെ നമ്മൾ മെഴുക്ക് വരട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കറയൊക്കെ പോകാനായിട്ട് ഇന്റൻസീവ് കടായാണ് എനിക്ക് കുറേ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. അപ്പോൾ ഒരു 1.5 hours കൊണ്ട് നമുക്കത് നീറ്റായിട്ട് കിട്ടും, ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ ക്യുക്കും അങ്ങനത്തെ പ്രീ റിൻസ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ വേറെ ഉള്ളത് സ്റ്റാർട്ട് ബട്ടൺ, ഇത്രേ ഉള്ളൂ. ഇത്രയാണ്, നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളില് ഇങ്ങനെ 2 ട്രേ ഉണ്ട്. അതിൽ നമുക്ക് താഴത്തെ ട്രേയിൽ വലിയ വലിയ ഡിഷസ്, നമുക്ക് വെസൽസ് നമുക്ക് വെക്കാം. ഈ ട്രേയിൽ വലിയ വെസൽസ് വെക്കാം, ഹൈറ്റുള്ള വെസൽസ് വെക്കാം. പിന്നെ പ്ലേറ്റ്സ് എല്ലാം നമുക്ക് അടുക്കി വെക്കാം. അങ്ങനെ ഇത്രയാണ് ഉള്ളത്. പിന്നെ ഉള്ളത് ഒരു സ്പൂൺ ഒക്കെ വെക്കാനുള്ള ഒരു ട്രേ ആണ്. ഇതിൽ സ്പൂൺസ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരിടത്തും പോവാതെ അതിനകത്ത് തന്നെ കഴുകി വൃത്തിയായിരിക്കും. അടുത്ത ട്രേ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലും സ്പൂൺസ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ചെറിയ പ്ലേറ്റ്സ് വയ്ക്കാം, കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ പ്ലേറ്റ്സ് വയ്ക്കാം. വലിയ പ്ലേറ്റ്സ് ഒക്കെ വയ്ക്കുന്നത് താഴെ നമുക്ക് വയ്ക്കാം. ഈ ഒരു ട്രേയിൽ കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ പ്ലേറ്റ്സ്, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ വയ്ക്കാം. ബാക്കി ചെറിയ വെസൽസും നമുക്ക് വയ്ക്കാം. കമഴ്ത്തിയാണ് നമ്മൾ കൂടുതലും വയ്ക്കാറ്. ഓക്കെ, എല്ലാം കമഴ്ത്തിയാണ് വെക്കേണ്ടത്. പിന്നെ പ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ കമഴ്ത്താതെ നമുക്ക് ചരിച്ച് വയ്ക്കാം. ഓക്കെ, ഇത്രയാണ്. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന പൗഡർ, നമ്മൾ 3 സാധനങ്ങളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു സോൾട്ട് ഉണ്ട്, അതാണ് ഒരെണ്ണം. അത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ഞാനിത് മാറ്റിയിട്ടില്ല, നിങ്ങൾക്ക് കവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റാത്തത്. ഒരു സോൾട്ടാണിത്. നമ്മൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോൾട്ട് അല്ല, ഇത് വേറെ സോൾട്ടാണ്. അപ്പോൾ ഇത് ആരും കുക്ക് ചെയ്യാൻ യൂസ് ചെയ്ത് കളയുന്നത്. പിന്നെ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫിനിഷിൻ്റെ പ്രോഡക്റ്റാണ്. ഇതും പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ ഈ സോൾട്ട് നമ്മൾ എവിടെ ഇടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇതിനുള്ളിൽ ഒരു ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കും. സോൾട്ട് ഇട്ടിട്ട് നമ്മൾ ഇതങ്ങ് ക്ലോസ് ചെയ്യും. ഇത് സോൾട്ടാണ്.
ഇനി അടുത്തത് ഇത് റിൻ സൈഡ്. ഇത് ഫിനിഷിൻ്റെ പ്രോഡക്റ്റുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റിൻ സൈഡാണ്. ഓക്കെ, ഇത് നമ്മൾ ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പോർഷൻ കാണുന്നുണ്ടോ, ഇതിൽ ഈ ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ റിൻ സൈഡ് ഒഴിക്കാം. ഇതൊരു ലിക്വിഡാണ്. അത് ജസ്റ്റ് ഇങ്ങനെ പോർ ചെയ്യാം. ഇത് നമുക്ക് നിറഞ്ഞു വരും. ഇത് നിറഞ്ഞു വരുന്നത് വരെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതങ്ങ് ക്ലോസ് ചെയ്യും. ഇനി വരുന്നത് പൗഡറാണ്. ഇതാണ് ഫിനിഷിൻ്റെ പൗഡർ, ഡിറ്റർജൻറ്റ് പൗഡർ. ഓക്കെ, ഇത് നമ്മൾ ഇതിനകത്ത് ഈ പോർഷനിൽ നമ്മൾ പൗഡർ ഇടും. എന്നിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് പ്രോഡക്ട്സ്. അപ്പോൾ ക്ലീനിങ് പ്രോഡക്ട്സ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഇത് മൂന്നുമായിട്ട് സെപ്പറേറ്റ് വാങ്ങണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇത് മൂന്നും കൂടി ചേർന്ന് നമുക്കൊരു ടാബ്ലറ്റ് ആയിട്ട് കിട്ടും. ആ ടാബ്ലറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇത് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ജസ്റ്റ് വെച്ചിട്ട് ഇതിനകത്ത് വെച്ചങ്ങ് ക്ലോസ് ചെയ്താൽ, പൗഡർ ഇടുന്നതിന് പകരം ആ പോർഷനിൽ വെച്ചങ്ങ് ക്ലോസ് ചെയ്താൽ നമുക്കിതെല്ലാം ഒറ്റയടിക്ക് ക്ലീൻ ചെയ്തെന്ന് കിട്ടും. അപ്പം ഞാൻ ആദ്യം ഇപ്പോൾ ഇത് ക്യാപ്സ്യൂൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നിയതുകൊണ്ട് ഞാനിത് മൂന്നുമായിട്ട് വാങ്ങിച്ചു. അപ്പം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സൗകര്യം പോലെ ഏതാന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വെസൽസ് എല്ലാം വെച്ചിട്ട് നമുക്ക് അടച്ച് സെറ്റിങ്സ് എല്ലാം കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ ഞാൻ വെസൽസ് വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുറച്ച് വെസൽസ് ഒക്കെ ഞാനിതിൽ വച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നമുക്ക് കാണാം. ഇപ്പോൾ ഇതാ കുറച്ച് നമ്മൾ കഴിച്ച ഒരു പാത്രമാണ്, ഒരു പ്ലേറ്റാണ്. പിന്നെ കുറച്ച് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഏകദേശം എല്ലാം സ്റ്റീലാണ്. ഗ്ലാസ് ഉണ്ട്. ഒക്കെ യൂസ് ചെയ്തതാണ്. ഇനി വയ്ക്കാനുണ്ട് വെസൽസ്. അപ്പോൾ എല്ലാം ഞാൻ വച്ചിട്ടില്ല. ഇതൊരു സെറാമിക്, പിന്നെ സ്പാറ്റുല, പിന്നെ ഇതൊരു കടായി, ഒരു വലിയ കടായിയാണ്. അതിലൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റ്, സ്റ്റീല് നമുക്ക് അലുമിനിയം അല്ലാതെ ബാക്കിയെല്ലാം ഞാൻ വയ്ക്കാറുണ്ട്. സ്റ്റീലുണ്ട്, വുഡുണ്ട്, ഗ്ലാസ് ഉണ്ട്, സെറാമിക് ഉണ്ട്, എല്ലാം. ഫ്ലാസ്ക്, ചെറിയൊരു ഫ്ലാസ്കാണിത്. അത് എല്ലാം വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഇത്ര മാത്രമേ ഇപ്പോൾ വച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ നമുക്കിനി പൗഡർ ഇട്ട് റിൻസൈഡ് ഫില്ല് ചെയ്തിട്ട് സോൾട്ടും റിൻസൈഡും ഫിൽഡ് ആണ്. ഇനി പൗഡർ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ബാക്കി വെസൽസും കൂടെ ആക്കിയിട്ട് ഇതിലെല്ലാം നിറയ്ക്കാം കേട്ടോ. ഇതിലെല്ലാം പ്ലേറ്റ്സ് വയ്ക്കാം. പിന്നെ ബിഗ് വെസൽസ് ഉണ്ടെങ്കിൽ പ്ലേറ്റ്സ് ഒതുക്കി വയ്ക്കാം. നമുക്ക് മാക്സിമം ഒരു വീട്ടിലെ ഏകദേശം എല്ലാ വെസൽസും നമുക്ക് പറ്റും. ഞാൻ നോർമലി ഒരു സമയമേ വയ്ക്കാറുള്ളൂ. ചില ദിവസം ഈ എന്തെങ്കിലും അധികം ഒരുപാട് കുക്ക് ചെയ്യുന്ന ദിവസം ഞാൻ നോർമലി അധികം കുക്ക് ചെയ്യാറില്ല. ഒരു 3 കറികളും ഒരു ചോറും ഉച്ചയ്ക്ക്, രാവിലത്തെ ഒരു മിക്കവാറും ദോശ, ഇഡ്ഡലിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വെസൽസും ഒരു കറിയും, പിന്നെ രാത്രിയുള്ള എല്ലാം കൂടി കഴിയുമ്പോൾ എനിക്ക് ഇത് ഫില്ലാവും. അത്രയാണ്. അങ്ങനെയാണ് നോർമലി ഒരു ദിവസം തന്നെ. ചില ദിവസം കൂടുതൽ കുക്ക് ചെയ്യുന്ന ദിവസം, ഇപ്പം ഗസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുന്ന ദിവസമൊക്കെ ആണെങ്കിൽ 2 സമയം എനിക്ക് വെക്കേണ്ടി വരും. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് എല്ലാ വെസൽസും കൂടെ വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയുള്ളത് സെപ്പറേറ്റ് വയ്ക്കും. അപ്പം അതാകുമ്പോൾ ഫില്ലാവും. പിന്നെ ഞാൻ ഈ വെസൽസ് എല്ലാം ഈ ഇതിൽ എന്താണ് കിച്ചൺ സിങ്കിൽ കുറച്ച് സമയം അത് കഴിഞ്ഞിട്ട് യൂസ് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെസൽസ് ഒക്കെ ഇങ്ങനെ വെസൽസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി നമുക്ക് യൂസ് ചെയ്യുമല്ലോ. സ്പൂണൊക്കെ കഴുകാനോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള വെള്ളം ഇട്ടിട്ട് അതൊന്ന് കുതിർന്നിരിക്കും. അല്ലെങ്കിൽ പിന്നെ രാവിലെ തൊട്ടേ ഡ്രൈ ആയി ഇതിലിരിക്കുമ്പോൾ
ചിലപ്പം എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടണമെന്നില്ല. ഞാനെല്ലാം സിങ്കിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നത് വെറ്റായി കിടക്കുമ്പോൾ അതിൻ്റെ ഇതെല്ലാം ഒന്ന് ഇതായി കിട്ടുമല്ലോ. എല്ലാം അതിൻ്റെ മെഴുക്ക് പോവില്ല, പക്ഷെ അതിൻ്റെ എച്ചിൽ ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോവും. അപ്പം എന്നിട്ട് ഞാൻ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് വെസൽസ് എല്ലാം കൂടി നിറച്ചിട്ട് നമ്മളിത് അടച്ച് ഇതിനകത്ത് പൗഡർ ഇട്ടിട്ട് നമ്മളിത് അടച്ച് ഓൺ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ രാവിലെ എന്തായി എന്നുള്ളത്, നമ്മുടെ വെസൽസിൻ്റെ ക്ലീൻലിനെസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നാളെ രാവിലെ നോക്കാം. ഓക്കെ. ഹലോ. അപ്പം നമ്മൾ ഇന്നലെ രാത്രി എല്ലാ വെസൽസ് എല്ലാം ഡിഷ് വാഷറിൽ വെച്ചതായിരുന്നു കണ്ടത്. അപ്പം ഇന്ന് രാവിലെയായി നമുക്ക് ഡിഷസ് എല്ലാം എന്തായി, അതിൻ്റെ സ്റ്റാറ്റസ് എന്തായി നോക്കാം. അപ്പം ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണേ. ഞാനിവിടെ ഇരിക്കാം. ഡിഷസ് എല്ലാം നല്ല പെർഫെക്റ്റ്ലി ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഗ്ലാസ് കണ്ടോ, എല്ലാം പോയി, എല്ലാം ക്ലീനായി നല്ല ചൂട് വെള്ളത്തിൽ കഴുകി വന്നിട്ടുണ്ട്. ഒരു അഴുക്കോ പൊടിയോ ഒന്നുമില്ല, എല്ലാം നന്നായിട്ടുണ്ട്. സെറാമിക് കപ്പാണ്, അത് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പം രാവിലെ ആയതുകൊണ്ട് വെള്ളം എല്ലാം ഡ്രെയിൻ ഔട്ടായി നല്ല ക്ലീന് എല്ലാം പോയിട്ടുണ്ട്, ഡ്രൈ ആയിരിപ്പുണ്ട്. ഇനി സ്റ്റീൽ നോക്കാം. സ്റ്റീല് കണ്ടോ, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം പലർക്കും ഉള്ള സംശയമായിരുന്നു. എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള പലരും ഫ്രണ്ട്സും ഒക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് എന്തെങ്കിലും മീൻസ് ഈ മിൽക്കുള്ള പ്ലേറ്റ്സും ഇതൊക്കെ കാര്യങ്ങളൊക്കെ വരില്ലേ നമ്മുടെ, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. മെഴുക്കുള്ളതെല്ലാം ക്ലീൻ ആവുമോ, അതിൻ്റെ എണ്ണയെല്ലാം പോവുമോ, പറ്റി പിടിച്ചതൊക്കെ പോവുമോ, എല്ലാം ആയിട്ടുണ്ട്. ഇതായത് കണ്ടോ, ഇത് നമ്മുടെ ഒരു പാനാണ്, ഫ്രൈങ് പാനാണ്. അത് കണ്ടോ, എല്ലാം പോയിട്ടുണ്ട്, ഒരു മെഴുക്കും ഇല്ല, വെള്ളം മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവും. പ്ലേറ്റ് ഒരടുപ്പില്ല. ഭയങ്കര ഒരു ആശ്വാസമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് കിട്ടിയതിന് ശേഷം ഞാൻ എന്ത് ടൈം സേവ് ചെയ്തെന്നോ, അതും മെൻ്റലി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുണ്ട്. കണ്ടോ, മിക്സിയുടെ ജാറൊക്കെ കണ്ടോ, എല്ലാം ആയിട്ടുണ്ട്. അതായത് വലിയ കടായിയാണ്, കണ്ടോ, സ്റ്റീലാണ്, മറ്റേ ട്രൈപ്ലൈ കടായി. ഇത് നല്ല വെയിറ്റ് ഉണ്ട് സാധനമാണ്, ഫുള്ളി നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ളത്. പിന്നെ വന്നിട്ട് സ്റ്റീൽ പ്ലേറ്റ്സ് ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ കാണിക്കണ്ടല്ലോ. ഇനി സ്പൂൺസും സ്പാറ്റുലാസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം അത് വെച്ചിരുന്ന സ്ഥലം, അതും എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇപ്പം എല്ലാവർക്കും ഇതായില്ലേ, നല്ലതായി, നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിഷ് വാഷർ വീട്ടിലുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക്. അപ്പം ഞാൻ എണീക്കട്ടെ, കുറേ ടൈം സേവ് ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ട് വരും. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ക്ലീൻ ആയിട്ടിരിക്കും. കിച്ചണിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡംപ് ചെയ്ത് സാധനങ്ങളൊന്നും കാണണ്ട. ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും നന്നായിട്ട് അത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വാങ്ങുക. നമുക്ക് നമ്മുടെ കിച്ചണിലേക്കൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അത് പറയാൻ കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ആ കോവിഡ് ടൈമിലൊക്കെ എല്ലാവരും വീട്ടിലുണ്ട്, എപ്പോഴും കിച്ചണിൽ വെസൽസാണ്. ഞാൻ വീട്ടിൽ പറഞ്ഞു എന്നാലും അതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. പറ്റുമെങ്കിൽ നിങ്ങളിത് ഇതുപോലത്തെ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അത് ഇതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് എനിക്ക് കമൻസിൽ അതിൻ്റെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് ഒന്ന് എനിക്കിവിടെ ഷെയർ ചെയ്യാം. ഓക്കെ. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ ഇനി വേറൊരു വീഡിയോ ആയിട്ട്
ഉടനെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇത് വാങ്ങാമെന്ന് ശ്രമിക്കുക. പിന്നെ കമൻസ്, എനിക്ക് നിങ്ങളുടെ കമൻസ് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ കമൻസും നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.